നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണിക്കുള്ള മാർക്കറ്റ് ദിസ് വീക്ക് എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ. ആദ്യമേ തന്നെ വേഗത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചൊന്ന് അവലോകനം വേഗത്തിൽ ചെയ്യാം. നമ്മുടെ മാർക്കറ്റ് ഒരു മാസത്തിലേറെയായി ഒരു കൺസോളിഡേഷൻ ഫേസിലായിരുന്നു. മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ആകാൻ വേണ്ടി ഏകദേശം കാത്തിരിക്കുന്ന ഒരു സമയത്താണ് നെഗറ്റീവ് ഫാക്ടേഴ്സ് കടന്നു വരുന്നത്. ഒരു പരിധി വരെ 1% റാലി ആഴ്ചയുടെ ആദ്യ സെക്ഷനിൽ കണ്ടുവെങ്കിലും വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റ് തുറന്നപ്പോൾ തലേ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നുള്ള പുതിയ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണികൾ മൂലം വ്യാഴാഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഇടിവ് കണ്ടു. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച എന്ന അവസ്ഥ പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴേക്കും ഇസ്രായേല് ഇറാനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയും തുടർന്ന് ഇറാന്റെ റിറ്റാലിയേഷനും തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് റൈസ് ചെയ്തത് മൂലം മാർക്കറ്റ് ഹ്യൂജ് ആയിട്ട് തന്നെ ഫോൾ ചെയ്തു. കഴിഞ്ഞ ആഴ്ച 749 പോയിന്റുകളുടെ റേഞ്ചിലാണ് നിഫ്റ്റിയിൽ വ്യാപാരം നടന്നത്. നിഫ്റ്റിയിൽ വീക്ക്ലി ബേസിസിൽ 284.45 പോയിന്റുകളുടെ നഷ്ടമാണ് കാണുവാൻ സാധിച്ചത്. 0.14% ഇടിവ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിന്റെ ക്ലോസിംഗിന് ശേഷം US-ല് S&P 500-ഉം നാസ്ഡാക്ക് ഒക്കെ 1% ഏറെയാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. യൂറോപ്യൻ മാർക്കറ്റ്സിലും 1%-ലേറെ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഡോ ജോൺസ് ഫ്യൂച്ചറും ഏകദേശം 750 പോയിന്റിന് മുകളിലാണ് നിലവിൽ ഇടിവ് രേഖപ്പെടുത്തി നിൽക്കുന്നത്. പക്ഷെ ഏഷ്യൻ മാർക്കറ്റ്സിൽ കണ്ട ഒരു വിരോധാഭാസം, എല്ലാ മാർക്കറ്റുകളും ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും 0.5% മുതൽ 1%-ന് താഴെ മാത്രമേ ഇടിവ് വെള്ളിയാഴ്ച ട്രേഡിംഗ് സെക്ഷനിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ആഴ്ചത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ മാർക്കറ്റിനെ പ്രധാനമായും സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായ 5 ഘടകങ്ങളാണ് നമ്മുടെ മാർക്കറ്റിനെ വരുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമായി തന്നെ ഇസ്രായേൽ ഇറാൻ വാർ തന്നെയാണ്. ശനിയാഴ്ചയും ഇന്നും ഒക്കെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറ്റാക്കുകൾ കൂടുന്നതല്ലാതെ അയവ് വരുന്നില്ല. സോ ഇനി നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അമേരിക്കൻ ബേസുകൾക്കെതിരെ തിരിയുവാണെങ്കിൽ അമേരിക്ക ഇറാനെതിരെയും യുദ്ധം ചെയ്യുമെന്നുള്ള ഭീഷണികളും നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാല് ഇറാൻ അമേരിക്കൻ ബേസുകളെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനെതിരെ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ സിറ്റുവേഷൻ ഇനിയും വളരെ മോശമായിട്ട് മാറാനും അത് എത്രത്തോളം ഗ്ലോബൽ മാർക്കറ്റിനെയും നമ്മുടെ മാർക്കറ്റിനെയൊക്കെ താഴേക്ക് ഇടാൻ പറ്റുമെന്ന് നമ്മൾക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റാത്ത അവസ്ഥ ഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം യുദ്ധം ഒരിക്കലും ആർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല. നഷ്ടങ്ങൾ മാത്രമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത് US-ലെ FOMC മീറ്റിംഗ് തന്നെയാണ്. 17-ാം തീയതി തുടങ്ങും ചൊവ്വാഴ്ച. 18-ാം തീയതിയെ ആണ് മീറ്റിംഗ് അവസാനിക്കുക. അന്നായിരിക്കും ജെറോം പവലിന്റെ സ്പീച്ചും FOMC മീറ്റിംഗ് ഔട്ട്കം ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ് ഒക്കെ കെയർഫുൾ ആകണം. ഒന്നാതെ ഇപ്പോൾ മാർക്കറ്റ് നിലനിൽക്കുന്നത് ഗ്ലോബൽ ആയിട്ടും ഡൊമസ്റ്റിക് ആയിട്ടൊക്കെ നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ്. അതായത് മാർക്കറ്റ് FOMC മീറ്റിംഗിൽ പ്രതീക്ഷിക്കുന്നത് ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യുകയെന്നൊരു പ്രതീക്ഷയാണ് മാർക്കറ്റിന് ഉള്ളത്. മൂന്നാമതായി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസസ് തന്നെയാണ്. വെള്ളിയാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചു മിഡിൽ ഈസ്റ്റ് ടെൻഷൻസിനെ തുടർന്ന് ഒരു ദിവസം മാത്രം 7% ഉയർച്ചയാണ് ബ്രെൻ ക്രൂഡിലും ക്രൂഡ് ഓയിലിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചത്. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് ഹയർ ട്രേഡ് ഡെഫിസിറ്റിന് കാരണമാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെയും ഇടിവിന് കാരണമാക്കും. അതുപോലെ തന്നെ ഇൻഫ്ലേഷണറി റിസ്കിനുള്ള സാധ്യതകൾ ഏറും. ഇതിന്റെയൊക്കെ ഫലമായിട്ട് കോർപ്പറേറ്റ്സിന്റെ പ്രോഫിറ്റബിലിറ്റിനെയും ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാധിക്കും. കാരണം
ഓരോ കമ്പനികളുടെയും ഇൻപുട്ടിന്റെ കോസ്റ്റ് കൂടും. മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ ഓയിലിന്റെ പ്രൈസ് തീർച്ചയായിട്ടും വർദ്ധിക്കുകയുള്ളൂ. കൊമോഡിറ്റിയിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഗോൾഡും സിൽവറൊക്കെ കുതിച്ചുയരുകയാണ്. നിക്ഷേപകര് ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ ഗോൾഡിനെയും സിൽവറിനെയൊക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ള നിക്ഷേപമായി കരുതുന്നതുകൊണ്ട് തന്നെ വില കുതിച്ചുയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് ഇനി വരുന്ന ആഴ്ചയിലും അല്ലെ വരുന്ന ദിവസങ്ങളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ബൈ ആണോ അല്ലെങ്കിൽ സെല്ലാണോ നടത്തുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ വർഷം ജനുവരിയിലും ഫെബ്രുവരിയിലും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. മാർച്ചിൽ ആകെ 2014.18 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. ഏപ്രിൽ ആകുമ്പോൾ അത് ഏകദേശം 2735 കോടി രൂപ, മെയിൽ 11,773 കോടി രൂപയായിരുന്നു. ഇപ്പൊ ലൈറ്റ് ആയിട്ടാണെങ്കിൽ പോലും 3 മാസം അവർ തുടർച്ചയായി നമ്മുടെ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. പക്ഷെ ജൂണിൽ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ നോക്കുവാണെങ്കിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമായിരുന്നു അവർ നമ്മുടെ മാർക്കറ്റിൽ ബൈ നടത്തിയത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച 3 ദിവസങ്ങളായിട്ട് അവർ വിറ്റഴിച്ചു. ജൂൺ മാസം 13-ാം തീയതി വരെ നോക്കുമ്പോൾ 4,812.39 കോടി രൂപയ്ക്ക് നെറ്റ് സെല്ലേഴ്സ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ. സോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് ടെൻഷൻസും അതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ രൂപയുടെ ഇടിവും അതേ തുടർന്നുണ്ടാകുന്ന ക്രൂഡ് ഓയിൽ പ്രൈസസിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടവും ഒക്കെ തീർച്ചയായിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ സെല്ല് നടത്താനാണ് വരുന്ന ആഴ്ച സാധ്യതകൾ കൂടുതൽ. അതേസമയം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണെങ്കിൽ, അതായത് മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് കുറയുകയും അതിന്റെ ഫലമായി ക്രൂഡ് ഓയിൽ പ്രൈസസ് ഇടിവുണ്ടാവുകയും തൽഫലമായി തന്നെ ഇന്ത്യൻ രൂപ സ്ട്രോങ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ബയേഴ്സ് ആയിട്ട് മാറാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ കൂടുതലും സാധ്യത അവർ അടുത്ത ആഴ്ചയിലും സെല്ലിങ്ങിലേക്ക് പോകുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മാർക്കറ്റാണ്, എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറയാം. അഞ്ചാമതായി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് മാക്രോ ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ മെയ് മാസത്തെ WP ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട് ജൂൺ 16-ാം തീയതി. അതുപോലെ തന്നെ യൂറോസോണിന്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെയ് മാസത്തെ ഡേറ്റ വരുന്നുണ്ട് ജൂൺ 18-ന് അത് റിലീസ് ചെയ്യും. US-ലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും 18-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. സോ 18-ാം തീയതി നമ്മളെ സംബന്ധിച്ച് ബുധനാഴ്ച വളരെ ക്രൂഷ്യൽ ഒരു ദിവസം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ ഡേറ്റകളൊക്കെ വരുന്നു. അതുകൂടാതെ തന്നെ FOMC മീറ്റിംഗിന്റെ ഔട്ട്കമും ജെറോം പവലിന്റെ സ്പീച്ചൊക്കെ വരുന്ന ഒരു ദിവസം തന്നെയാണ്. സോ ട്രേഡേഴ്സ്, നിങ്ങൾ ബുധനാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണം പിറ്റേ ദിവസത്തേക്ക് ട്രേഡുകൾ ക്യാരി ഫോർവേഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ളത്. ഇനി നമുക്ക് നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്നും ഓപ്പൺ ഇൻട്രസ്റ്റും PCR ഒക്കെ തുടങ്ങിയ നാളത്തെ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കിടക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുകൂടി മുൻകൂട്ടി ഓർമ്മിപ്പിക്കട്ടെ. ഇൻഡിഗോ പ്രൊമോട്ടർ ഇന്റർഗ്ലോബ് എന്റർപ്രൈസസ് 4% സ്റ്റേക്ക് ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ക്രോംപ്റ്റൺ ഗ്രീവ്നസ് കമ്പനിക്ക് 101 കോടി രൂപയുടെ സോളാർ പമ്പ് ഓർഡർ പുതിയതായി ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ഡിക്സൺ ടെക്നോളജീസ് സിഗ്നിഫൈ ഇന്നോവേഷൻസ് ഇന്ത്യയുമായി കമ്പനി ഒരു ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുന്നുണ്ട്. കമ്പനിയുടെ ലൈറ്റിംഗ് ബിസിനസ് ഇന്ത്യയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. യെസ് ബാങ്ക് പ്രകാശ് കുമാർ ബാങ്കിന്റെ MD-യും CEO-യുമായി ഒരു 6 മാസവും കൂടി തുടരാനുള്ള അനുവാദം ലഭിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സ്കോഡ ട്യൂബ്സ് കമ്പനിയിൽ ഒരു ബ്ലോക്ക് ഡീൽ വഴി മോർഗൻ സ്റ്റാൻലി 7.6 കോടി രൂപ വില വരുന്ന ഷെയറുകൾ വിറ്റൊഴിഞ്ഞതായിട്ടുള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട്. NTPC $750 ബില്യൺ ലോണിന് വേണ്ടിയുള്ള കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയുമായിട്ടും HDFC ബാങ്കിന്റെ IFSC യൂണിറ്റുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടത്. വേദാന്ത ജൂൺ 18-ന് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്.
ഇൻട്രീം ഡിവിഡൻറ്റുമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.